أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തജ്വീദിൽ പാഠം 11 അൽ ഖുർആഉൽ അശ്റ എന്നതിന്റെ അർത്ഥം ഖാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നയാൾ, അല്ലെ? ഖുർആൻ പാരായണം അറിയുന്നയാൾക്ക് ഖാരി എന്ന് പറയും. ചില ഉസ്താദുമാരെ കുറിച്ച് ഖാരി ഉസ്താദ് എന്ന് പറയും. കാരണം ആ ഉസ്താദിന് എന്ത് ചെയ്യാം, തജ്വീദ് നിയമപ്രകാരം ആളുകൾക്കൊക്കെ ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, തജ്വീദ് നിയമപ്രകാരം ഓത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരുണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് ഖാരി ഉസ്താദ് എന്ന് പറയാം. ഖാരി എന്ന പദത്തിന്റെ ബഹുവചനമാണ് അൽ ഖുർആ. അപ്പൊ ഖാരിഉകൾ, ഖുർആൻ പാരായണം നിയമപ്രകാരം, പൂർണ്ണമായ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ പാരായണം അറിയുന്ന പണ്ഡിതന്മാർ. അൽ അശ്റ 10 ഖാരിഉകൾ. മനസ്സിലായോ? ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 ഖാരിഉകളുടെ പേരുകൾ നാം അറിയേണ്ടതാണ്. എന്ന് പറഞ്ഞാല് ഈ 10 ഖാരിഉകളുടെ പേരുകളും തുടക്കം തലഭാഗത്തുള്ള പേര് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. മനസ്സിലായ? പൂർണ്ണമായി തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ. നാഫിഉൽ മദനി, അബ്ദുല്ലാഹിബ്നു കസീറിനിൽ മക്കി, അബു അംറിനിൽ ബസ്രി, അബ്ദുല്ലാഹിബ്നു ആമിറിനിൽ ഷാമി, ആസിമുൽ കൂഫി, ഹംസത്തുൽ കൂഫി, അൽ കിസാഇയുൽ കൂഫി, പിന്നെ അബു ജഅഫറിനിൽ മദനി, യഅഖൂബുൽ ഹദ്റമി, ഖലഫുൽ കൂഫി. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന ബൈത്ത് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ബൈത്ത് ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബൈത്ത് സ്വീകരിക്കാം. ചിലപ്പോൾ ആ ബൈത്തും പ്രയാസമായി തോന്നുകയാണെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് നമുക്ക് മനഃപ്പാഠമാക്കാൻ, ഈ 10 ഖാരികളുടെ പേരുകൾ മനഃപ്പാഠമാക്കാൻ നമുക്ക് ഒരു എളുപ്പവഴി എന്താണ്? ഒരേ നാട്ടുകാരായ ആളുകളെ ഒന്നിച്ച് പഠിച്ചു വെക്കുക. ഇപ്പോൾ കുറെ ആളുകൾ കൂഫി 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 എന്ന് പറയുന്നുണ്ട്, അല്ലെ? കൂഫ എന്ന പ്രദേശത്തെ ആളുകളാണ് അവർ, അല്ലെ? അപ്പൊ കൂഫ എന്ന പ്രദേശത്തുള്ള ഇമാമുമാർ എത്ര പേരുണ്ടെന്ന് ആദ്യം നോക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ കൂഫക്കാരാണ്. അപ്പം ഒന്ന് ആസിമുൽ കൂഫി ഉണ്ട്, മറ്റൊന്ന് ഹംസത്തുൽ കൂഫി, അൽ കിസാഇയുൽ കൂഫി, പിന്നെ ഖലഫുൽ കൂഫി. ഇങ്ങനെ ഇവരൊക്കെ കൂഫക്കാരാണ്. പിന്നെ മക്കി എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? മക്കി എന്നത് ഉള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലെ? കൂഫ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഒരേ നാട്ടിൽ നിന്നുള്ളത് മദനിയാണ്. ആര്? മദീന നിവാസികൾ, മദീനക്കാർ. ആരൊക്കെ? നാഫിഉൽ മദനി എന്നവരും അബൂ ജഅഫറിനിൽ മദനി, ഇവർ രണ്ടുപേരും മദീന നാട്ടുകാരാണ്. മക്കക്കാരായിട്ടുള്ളത് എത്ര പേരാണുള്ളത്? ഒരാള്. ആരാ? അബ്ദുല്ലാഹിബ്നു കസീറിനിൽ മക്കി. മറ്റൊന്ന് ബസറക്കാരൻ അബൂ അംറിനിൽ ബസരി. പിന്നെയുള്ളത് ഹദ്റമി. ഹദ്റമി എന്ന് പറഞ്ഞാൽ ഹദ്റമൗത്ത്, യമനിലുള്ള ഹദ്റമൗത്തിലുള്ള ആളുകളാണ്. അവരെ ഹദ്റമി എന്നതിൽ നിസ്ബ ചെയ്ത് പറയപ്പെടുക അവരാണ്. അങ്ങനെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി തോന്നും. ഓക്കെ. പേരുകൾ നമ്മൾ മനഃപ്പാഠമാക്കി എഴുതി തന്നെ പഠിക്കണം കേട്ടോ, പേരൊന്നും മാറിപ്പോവാതെ. ഇങ്ങനെ നമ്മൾ താട ഡെസ്കിൽ വെച്ച് കിടക്കല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടൂല, ഉറക്ക് വരും. പകലിലെ ക്ഷീണം അല്ല ചെറിയ രൂപത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തലക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ ക്ലാസ്സിന് ഇരുന്ന് കഴിഞ്ഞാൽ നിദ്രാദേവി വന്ന് നമ്മുടെ കൺതടങ്ങളെ തലോടും, ഉറക്ക് വരും. മനസ്സിലായോ? ഇത് തമാശക്ക് പറയുന്നതല്ല, കാര്യത്തിൽ പറയുന്നതാ. നിവർന്നിരിക്കുക കേട്ടോ, നിവർന്നിരിക്കണം. പുറം വളയ്ക്കാതെ, ആവശ്യമില്ലാതെ ചാരി ഇരിക്കാതെ നിവർന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം. ഓക്കെ.
അപ്പൊ ഈ 10 ഖാരികളുടെ പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനികളായ ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത വിധം ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അത് വെറുതെ പറയുന്നതല്ല, ശരിക്കും ഉള്ള നിയമമാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയച്ച ഇമാം ആരായിരുന്നു? അബ്ദുറഹ്മാൻ അസ്സലമി എന്നവരാണ്. ആ ഇമാമിനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. അവരാണ് നമ്മുടെ ഖിറാഅത്ത് പണ്ഡിതനായ ആസിമുൽ കൂഫി എന്നവർക്ക് നമ്മള് 5-ാം നമ്പർ ആസിമുൽ കൂഫി അല്ലെ, നമ്മുടെ ഖിറാഅത്ത് പണ്ഡിതനായ ആസിമുൽ കൂഫി എന്നവർക്ക് ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അബു അബ്ദുറഹ്മാൻ സലമി എന്നവരാണ്. പിന്നെ അത് ഈ ഖിറാഅത്ത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലില്ല, അത് സ്വഹാബിയാണ്. പിന്നെ ആസിമുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ ആസിമുൽ കൂഫി എന്ന ഖിറാഅത്ത് പണ്ഡിതൻ, 5-ാം നമ്പറിലുള്ള ആസിമുൽ കൂഫി എന്ന പണ്ഡിതൻ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആസിമുൽ കൂഫിക്ക് 2 റാവിമാരാണുള്ളത്, 2 ശിഷ്യന്മാരെന്നല്ല, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. എന്നാൽ ആസിമുൽ കൂഫി എന്ന ഖിറാഅത്ത് പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അതെല്ലാം, പിന്നെ അവർക്ക് 2 രീതികളുണ്ട്. 2 ഖുർആൻ പാരായണത്തിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ രീതികൾ പോലെയുള്ള രീതികളല്ല, നിയമങ്ങൾ. അപ്പൊ ഒരേ സൂറത്ത് തന്നെ ചില ആയത്തുകളൊക്കെ വ്യത്യസ്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നത് ആസിമുൽ കൂഫി എന്നവര്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട സ്വഹാബിയിൽ നിന്ന് ഈ ആസിമുൽ കൂഫി എന്നവര് നേരെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയാണ് 2 രീതികൾ വരുന്നത്. രണ്ട് രൂപത്തിൽ ഓതാൻ പറ്റും. അങ്ങനെ 2 ഖിറാഅത്തുകളുണ്ട്. അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചത് ഒന്ന് ആരാണ്? ഹഫ്സ് ബിൻ സുലൈമാൻ എന്നവരാണ്. മറ്റൊന്ന് ശുഅബ റളിയല്ലാഹു അൻഹു. അത് ഇവിടെ പറയുന്നില്ല, ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഇവിടെ ആസിമുൽ കൂഫി എന്നവരെയും അവരിൽ നിന്ന് ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അവർ മുഖേനയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഷോർട്ട്, നമ്മുടെ ഖിറാഅത്ത് പണ്ഡിതൻ ആരാണ്, നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ആരാണ് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ പറയേണ്ടത് ആരെ പേരാണ്? ആസിമുൽ കൂഫി എന്നവരാണ്. മനസ്സിലായോ? ആസിമുൽ കൂഫി എന്നവരുടെ റാവിയാണ് ആര്? ഹഫ്സ് ബിൻ സുലൈമാൻ എന്നവർ. റാവി എന്ന് പറഞ്ഞാൽ ആരാണ്? ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി ക്രോഡീകരിച്ച് വെക്കുന്ന ആൾക്കാണ് റാവി എന്ന് പറയാം, റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നയാള്. പിൽക്കാലക്കാർക്ക്, പിന്നീട് വരുന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ സുഖകരമായ രൂപത്തിൽ ക്രോഡീകരിച്ച് വെക്കുന്നയാള്. അപ്പോ നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാമാരാണ് ആസിമുൽ കൂഫി എന്നവരാണ്. അവരുടെ റാവിയായ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവരിലൂടെയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഓതുന്ന അതേ ശൈലിയുള്ള ഫാത്തിഹ. ചില ആളുകളുടെ ഫാത്തിഹയിൽ മാലിക്കി എന്നുണ്ടാവില്ല, മലിക്കി എന്നേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആ, മലിക്കി യൗമിദ്ദീൻ എന്നാണ് ഉണ്ടാവുക. എല്ലാം പറഞ്ഞാൽ നമുക്ക് അതാകും കൺഫ്യൂഷൻ ആയി പോകും, അതുകൊണ്ടാണ് പറയാത്തത്. അള്ളാഹു തആല ഇഷ്ടപ്പെടും വിധം ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നൽകട്ടെ, ആമീൻ എന്നാണ് അതിന്റെ അവസാനത്തിൽ വരുന്ന പ്രാർത്ഥന. ഉത്തരം പറയാം. അൽ ഖുർആഉൽ അശ്റ ആരാണ്? തുടക്കത്തിൽ ആ ലൈന് തന്നെയാണ് ഉത്തരം. 2, ഖുർആൻ പാരായണം യോജിക്കണം എന്തിനോട്? ഈ പ്രസിദ്ധരായ 10 കാര്യങ്ങളുടെ ഇവരിൽ ആരുടെയെങ്കിലും ഖിറാഅത്തിനോട് പൂർണ്ണമായി യോജിക്കണം, അല്ലെ? ബഹുമാനികളായ ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കുന്ന രീതിയിലായിരിക്കണം ഖുർആൻ പാരായണം. പിന്നെ കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയച്ചത് ആരെയായിരുന്നു? ചോദ്യം. മൈക്ക് ഓണാക്കി പറയാം. ആരെങ്കിലും ഒരാള് 1-2 പേരെങ്കിലും ഇടപെട്ടു. അബു അബ്ദുറഹ്മാൻ സലമി എന്നവരാണ് കൂഫയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു ആരു മുഖേന? ആസിമുൽ കൂഫി എന്ന് മാത്രം പറയാതെ എങ്ങനെ പറയാം? ആസിമുൽ കൂഫി എന്നവരിൽ നിന്ന് ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആസിമുൽ കൂഫി എന്ന ഖിറാഅത്ത് പണ്ഡിതൻ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ മുഖേനയാണ് നമുക്ക് എന്തേത് ലഭിച്ചത്, ഖിറാഅത്ത് ലഭിച്ചത്. ആസിമുൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആരാണ്?
എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പറഞ്ഞയച്ചിരുന്ന, മുസ്ഹഫിന്റെ കൂടെ പറഞ്ഞയച്ചിരുന്ന ഒരു ഇമാമുണ്ട്. ആരാ? അബ്ദു അബു അബ്ദുൾ അബു സഹാബിയുണ്ട്, അബു അബ്ദുറഹ്മാൻ സലമി. അത് നമ്മുടെ അൽ ഖുറാഉൽ അശറ എന്ന 10 കാര്യങ്ങളുടെ പേരിൽ പെട്ടയാളല്ല കേട്ടോ. അതെന്താ അതിൽ പെടാത്തതെന്ന് ചോദിക്കണ്ട. അത് സ്വഹാബിയാണ്. സ്വഹാബിമാരെ അല്ല, ഈ 10 പേരുമായി എണ്ണി പറഞ്ഞതിൽ സ്വഹാബിമാരെ അല്ല പറയുന്നത്, സ്വഹാബിമാർക്ക് ശേഷം വന്നവരെയാണ്. ഓക്കെ. പിന്നെ പറയുന്ന ചോദ്യം എന്താ? വ്യക്തമാക്കുക. കൂഫക്കാരായ 4 ഖാരികൾ ആരൊക്കെയാണ്? അതിൽ കൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ആരൊക്കെ? ആസിമുൽ കൂഫി, ഹംസത്തുൽ കൂഫി, അൽ കിസാഇയുൽ കൂഫി, പിന്നെ ഖലഫുൽ കൂഫി. ഇങ്ങനെ 4 ഖാരികൾ. കൂഫക്കാരായ 2 ഖാരികൾ ആരൊക്കെയാണ്? നാഫിഉൽ മദനി ഉണ്ട്, മക്കക്കാരനായ ഖാരിന്റെ പേരെന്താ? മക്കക്കാരനായ ഖാരി അല്ലേ? ബസറക്കാരനായ ഖാരിന്റെ പേര് അബു അബു യെസ്. അബ്ദുല്ലാഹിബ്നു ആമിർ എന്നവരുടെ പ്രദേശം എവിടെയാണ്? പ്രദേശം എവിടെയാന്ന് ചോദിച്ചാൽ ഷാം എന്നാണ് പറയേണ്ടത്, അല്ലാതെ ഷാമി എന്ന് പറയരുത്. ഓക്കെ. ഷാമി എന്ന് പറഞ്ഞാൽ എന്താ? ഷാം എന്ന പ്രദേശത്തുകാരനായ എന്നാണ് അർത്ഥം ഉണ്ടാവുക. ഇപ്പോ ഞാൻ എന്റെ നാട്ടിലേക്ക് ചേർത്ത് എന്റെ പേര് പറയുമ്പോ എന്റെ നാടിന്റെ പേരെന്താണ്? ചേളാരി എന്നാണ്. ചേളാരി അല്ലെ? സമസ്ത കേന്ദ്രം നിലകൊള്ളുന്ന ചേളാരിയിലാണ്. അത് അറബിയിലാക്കി എഴുതുമ്പോ ജീലാരി എന്നാണ് എഴുതുക. ജീലാരി. കാരണം അറബിയിൽ എന്തില്ല? ച എന്നുള്ള അക്ഷരം ഇല്ല. അറബി മലയാളത്തിലേ ഉള്ളൂ, അറബിയിലില്ല, ജീമേ ഉള്ളൂ. അപ്പൊ ജീലാരി, ള എന്നതും ഇല്ല. അപ്പൊ ജീലാരി എന്നാണ് എഴുതുക. അപ്പോ മഹ്മൂദ് അഷാമിൽ ഇർഫാനി അൽ ജീലാരി എന്നാണ് എഴുതുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചേളാരി എന്ന പ്രദേശത്തുകാരനായ മഹ്മൂദ് ഷാമിൽ ഇർഫാനി എന്നാണ് പറയാ. ഓക്കെ. അപ്പോ ഷാം എന്ന പ്രദേശത്തുകാരനാണെങ്കിൽ അഷാമി. ഞാൻ ഇന്ത്യക്കാരനായ എന്ന് പറയുകയാണെങ്കിൽ അൽ ഹിന്ദി. ഇപ്പോ മുഹമ്മദ് റാസിൻ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ റാസിൻ. മുഹമ്മദ് റമീൻ അൽ അൽ എന്താ പറയാ, നീ ഇന്ത്യക്കാരൻ തന്നെ അല്ലേ? അൽ മലൈബാരി. മുഹമ്മദ് റമീൻ അൽ മലൈബാരി, മലബാറുകാരനായ. നമ്മളൊക്കെ മലബാർക്കാരാണ്, മലപ്പുറംകാരല്ല. മലബാർ എന്നത് മലപ്പുറവും കോഴിക്കോടൊക്കെ എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് മലബാർ. അൽ മലൈബാരി, മലബാറുകാരനായ മുഹമ്മദ് റമീൻ എന്ന് പറയാം. ഗേൾസിന്റെ ഒക്കെ അങ്ങനെ പറയാട്ടോ, ഇനി അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ അപ്പൊ എന്ത് ചെയ്യും? ഈ എന്നുള്ളതിന്റെ ലാസ്റ്റ് ഒരു താവും കൂടെ ചേർത്ത് കൊടുക്കാം, മക്കീയ. കാരണം ഗേൾസ് സ്ത്രീ പെണ്ണുങ്ങളാണല്ലോ, അതുകൊണ്ട് അവർക്ക് അവരെ വാനിറ്റി ബാഗ് വെച്ച് കൊടുക്കുന്ന പോലെ ലാസ്റ്റ് ആ യാനോട് ചേർത്ത് ഒരു ഹാത്താവും കൂടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ. ഇത്രയും വിഷയങ്ങളാണ് അതിൽ പറയാനുള്ളത്. പിന്നെ അപ്പൊ പ്രദേശം ഏതാണ് ചോദിച്ചാല് ഷാമാണ് അവരുടെ പ്രദേശം. 6 യാക്കൂബ് എന്നവരുടെ പ്രദേശം ഏതാണ്? ഹെലറമി, ഹെലറമൗത്ത് ആണ്. ഹെലറമി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഹെലറമൗത്ത് എന്നാണ് അവരുടെ പ്രദേശം കേട്ടോ. ഹെലറമൗത്ത് എന്ന് എഴുതണം, ഹെലറമൗത്ത്. അങ്ങനെ ദീർഘമായ 2 പദങ്ങൾ ചേർന്നിട്ടുള്ള നാടാണെങ്കിൽ അതിൽ ആദ്യത്തെ പദത്തിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞാൽ മതി. അതാണ് ഹെലറമി. ആദ്യത്തെ 4 അക്ഷരങ്ങളിലേക്ക് ചേർത്ത് പറയാം. ഹെലറമി, ഹെലറം. 4 അക്ഷരങ്ങൾക്ക് ചേർത്ത് പിന്നെ നിസ്ബയുടെ ചേർത്ത് പറയാം. നമുക്ക് ഖിറാഅത്ത് ലഭിച്ച വിധം അത് പറഞ്ഞു കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മനസ്സിലാകും. പിന്നെ പറയുന്ന ഖുർആൻ പാരായണ മത്സരം നടത്താം. നമുക്ക് അതൊക്കെ നടത്തണം ഇൻഷാ അല്ലാഹ്. പരീക്ഷയ്ക്ക് ശേഷം നടത്താം, നമുക്ക് സമയം വേണ്ടേ. ഓക്കെ. ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ച ലിങ്ക് വഴി നിങ്ങൾ ഒന്നുകൂടെ വന്ന് ജോയിൻ ചെയ്യണം. ഫിഖഹിന്റെ കിതാബ് എടുത്ത് റെഡിയായി വേഗം ജോയിൻ ചെയ്യട്ടോ.